Genetic teratogenesis in humans. Genetic factors or teratogens are the most common cause of congenital malformations. ഡെവലപ്മെൻറ്റൽ ഡിഫക്ട്സ് ഉണ്ടാകാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോസറ്റീവ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടെറാട്ടോജൻ എന്ന് പറയുന്നത് ജനറ്റിക് ടെറാട്ടോജൻസ് ആണ്, ജനറ്റിക് ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ ഇതിനകത്ത് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ആണ് ഏറ്റവും കോമൺ ആയിട്ട് ടെറാട്ടോജെനിസിസ് കോസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ടെറാട്ടോജൻസിനെ ടെറാട്ടോളജിയുടെ ഇൻട്രഡക്ടറി പോർഷൻ ആ സെഷനിൽ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടെറാട്ടോജൻസ് കംസ് അണ്ടർ 2 മേജർ കാറ്റഗറീസ്, ജനറ്റിക് ടെറാട്ടോജൻസ് ആൻഡ് നോൺ ജനറ്റിക് ടെറാട്ടോജൻസ്. ജനറ്റിക് മെക്കാനിസം വഴി ഡെവലപ്മെൻറ്റൽ അബ്നോർമാലിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്ന ഏജൻസിനെയാണ് ജനറ്റിക് ടെറാട്ടോജൻസ് എന്ന് പറയുന്നത്. ഇനി നോൺ ജനറ്റിക് ടെറാട്ടോജൻസ് എന്ന് പറഞ്ഞാൽ അവയുടെ മോഡ് ഓഫ് ആക്ഷൻ ജനറ്റിക് മെക്കാനിസം വഴിയല്ല നടക്കുന്നത്, വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ ഈ ജനറ്റിക് ടെറാട്ടോജൻസിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റൽ ഡിഫക്ട്സ്, കൺജനിറ്റൽ മാൽഫോർമേഷൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ആണ് ഏറ്റവും കോമൺ, അതായത് ക്രോമസോംസിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുക. ടെറാട്ടോജൻസിൻ്റെ ആക്ഷൻ കൊണ്ട് ക്രോമസോംസിൽ ഉണ്ടാകുന്ന അബ്നോർമാലിറ്റീസിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, സ്ട്രക്ചറൽ അബ്നോർമാലിറ്റീസ് ആൻഡ് ന്യൂമറിക്കൽ അബ്നോർമാലിറ്റീസ്. സ്ട്രക്ചറൽ അബ്നോർമാലിറ്റീസ് എന്ന് പറഞ്ഞാൽ ആ പേര് പറയുന്ന പോലെ തന്നെ ക്രോമസോമൽ അബറേഷൻസ് ആണ്. ക്രോമസോമിൻ്റെ ഓവറോൾ സ്ട്രക്ചറിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. ഫോർ എക്സാമ്പിൾ ക്രൈഡു-ചാറ്റ് സിൻഡ്രത്തിൻ്റെ കാരിയോടൈപ്പ് അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ 5ാമത്തെ ക്രോമസോമിൻ്റെ ഒരു പോർഷൻ ഡിലീറ്റഡ് ആയി പോയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി ന്യൂമറിക്കൽ അബ്നോർമാലിറ്റി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നോർമൽ ആയിട്ടുള്ള ക്രോമസോം നമ്പറിൽ വ്യത്യാസം ഉണ്ടാകുന്നു. സാധാരണ നമ്മുടെ നോർമൽ ക്രോമസോം നമ്പർ എന്ന് പറയുന്നത് 46 ആണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കണ്ടീഷൻസ് ഡെവലപ്പ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള ന്യൂമറിക്കൽ അബ്നോർമാലിറ്റീസിനെ നമ്മൾ അനൂപ്ലോയിഡി എന്ന് പറയുന്ന ഒരു കോണ്ടസ്റ്റിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ട്രൈസോമി, മോണോസോമി ഒക്കെ ഇതിൽ വരുന്നതാണ്. ഇനി ഈ ജനറ്റിക് അബ്നോർമാലിറ്റീസിനെ തന്നെ, അതായത് ജനറ്റിക് ടെറാട്ടോജെനസിസ്, ജനറ്റിക് ഫാക്ടേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഡെവലപ്മെൻറ്റൽ ഡിഫക്ട്സ് ഉണ്ടാകുന്ന ആ കണ്ടീഷനെ തന്നെ നമുക്ക് ഓട്ടോസോമൽ അബ്നോർമാലിറ്റീസ് എന്നും സെക്സ് ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് എന്നും രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്യാം. ഏത് തരത്തിലുള്ള ക്രോമസോമിലാണ് കൺജനിറ്റൽ മാൽഫങ്ഷൻസിൻ്റെ അല്ലെങ്കിൽ കൺജനിറ്റൽ അബ്നോർമാലിറ്റിയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫക്റ്റ് ഉണ്ടാകുന്നത്, അത് ഓട്ടോസോമിലാണോ സെക്സ് ക്രോമസോമിൽ ആണോ, അതിനെ ബേസ് ചെയ്തിട്ട് അബ്നോർമാലിറ്റീസിനെ ഓട്ടോസോമൽ അബ്നോർമാലിറ്റീസ് ദെൻ സെക്സ് ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് എന്നിങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ കുറേ ഓട്ടോസോമൽ അബ്നോർമാലിറ്റീസ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ആദ്യത്തെ കാറ്റഗറിയാണ് ഡൗൺ സിൻഡ്രം. ട്രൈസോമി കണ്ടീഷനാണ്, ഒരു അനൂപ്ലോയിഡിയാണ് ഡൗൺ സിൻഡ്രം എന്ന് പറയുന്നത്. ട്രൈസോമി 21 ആണ് ഡൗൺ സിൻഡ്രം. ഡൗൺ സിൻഡ്രം ഉള്ള ഒരു ഇൻഡിവിജ്വലിൻ്റെ കാരിയോടൈപ്പാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 21ാമത്തെ ക്രോമസോമിൽ 3 കോംപ്ലിമെൻറ്റ് കാണാൻ സാധിക്കും. സാധാരണ രീതിയിൽ ഓരോ ക്രോമസോമിനും 2 കോംപ്ലിമെൻറ്റേ വരത്തുള്ളൂ, മറ്റേണൽ കോപ്പിയും പറ്റേണൽ കോപ്പിയും. ഇവിടെ ഒരെണ്ണം എക്സ്ട്രാ ഉണ്ട്. ഈ കണ്ടീഷന് പറയുന്ന പേരാണ് ട്രൈസോമി. ഈ അബ്നോർമാലിറ്റി ഉള്ള ഇൻഡിവിജ്വലിൻ്റെ ക്രോമസോം നമ്പർ എന്ന് പറയുന്നത് 2n+1 ആയിരിക്കും. 47 ഇൻസ്റ്റെഡ് ഓഫ് 46. 46 നോർമൽ ക്രോമസോം നമ്പർ, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരെണ്ണം കൂടെ കൂടുതലുള്ള അവസ്ഥ. ഈ ട്രൈസോമി 21 അല്ലെങ്കിൽ ഡൗൺ സിൻഡ്രം ഉള്ള കുട്ടികളുടെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഏറ്റവും വലിയ ഒരു ഡിഫിക്കൽട്ടി, ഈ അബ്നോർമാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് മെൻ്റൽ റിട്ടാർഡേഷനാണ്. അവരുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻ്റ് ഒന്നും പ്രോപ്പറായിട്ട് നടക്കത്തില്ല. പിന്നെ പലതരത്തിലുള്ള മോർഫോളജിക്കലായിട്ടുള്ള മാൽഫോർമേഷൻസും ഉണ്ടായിരിക്കും. ഫ്ലാറ്റൻഡ് നോസ്, ദെൻ ഫേസ്, ദെൻ സ്ലാൻറ്റിങ് ഐസ്, പിന്നെ പാമാർ ക്രീസ്, കയ്യിലുള്ള വരകൾ,
അത് മീഡിയൻ ആയിട്ടുള്ളൊരു സിംഗിൾ ക്രീസായിട്ട് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അത് സാധാരണ രീതിയിൽ അങ്ങനെ വരാറില്ല, അത് ബ്രാഞ്ച് ചെയ്ത് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ ഒരു സിംഗിൾ പാൽമാർ ക്രീസ് അല്ലെങ്കിൽ സിമിയൻ ക്രീസ് എന്നാണ് അതിന് പറയുന്നത്, അത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വൈഡ്ലി സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടോസ്. ഇതൊക്കെയാണ് ഡൗൺ സിൻഡ്രത്തിൻ്റെ ഏറ്റവും വലിയ മോർഫോളജിക്കൽ സിംറ്റംസ് എന്ന് പറയുന്നത്. ഈ അസുഖത്തിൻ്റെ ഏറ്റവും വലിയ ക്ലിനിക്കൽ ഫീച്ചർ എന്ന് പറയുന്നത് മെൻ്റൽ റിട്ടാർഡേഷൻ തന്നെയാണ്. ഇനി അടുത്ത ഓട്ടോസോമൽ അബ്നോർമാലിറ്റിയാണ് എഡ്വേർഡ് സിൻഡ്രം. ഇതും ഒരു ട്രൈസോമി കണ്ടീഷനാണ്. 18ാമത്തെ ക്രോമസോമിൽ ട്രൈസോമി. അവിടെ നോക്കുകയാണെങ്കിൽ ഇത് എഡ്വേർഡ് സിൻഡ്രം ഉള്ള ഒരു വ്യക്തിയുടെ കാരിയോടൈപ്പാണ് കാണുന്നത്. 18ാമത്തെ ക്രോമസോമിൽ നിങ്ങൾക്ക് 3 കോംപ്ലിമെൻറ്റ് കാണാൻ സാധിക്കും. ഇവിടെയും ഓവറോൾ ക്രോമസോം നമ്പർ 47 ആയിരിക്കും ഇൻസ്റ്റെഡ് ഓഫ് 46, 2n+1. ഈ അസുഖമുള്ള ഇൻഡിവിജ്വൽസിന്, അങ്ങനെയുള്ള കുട്ടികൾക്ക് പലതരത്തിലുള്ള എക്സ്റ്റേണൽ ഡെവലപ്മെൻ്റൽ അബ്നോർമാലിറ്റീസും ഉണ്ടായിരിക്കും. മോർഫോളജിക്കലായിട്ടുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും. ഡെവലപ്മെൻ്റ് ഒന്നും ഇവരുടെ പ്രോപ്പറായിട്ടല്ല നടക്കുന്നത്. സ്മോൾ മൗത്ത്, ദെൻ സ്മോൾ ജോ, ദെൻ ഷോർട്ട് നെക്ക്. ഇപ്പോൾ ഇവിടെ ഈ സ്കള്ളിൻ്റെ ബാക്ക് പാർട്ട് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു പൊട്രൂഷൻ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മാൽഫോംഡ് ഇയേഴ്സ് ആയിരിക്കും ഇങ്ങനെയുള്ള ഇൻഡിവിജ്വൽസിന് ഉള്ളത്. നോർമൽ ഷേപ്പിലൊന്നുമല്ല വരുന്നത്. പിന്നെ ഇവരുടെ കൈക്ക് ഒരു പ്രത്യേകതയുണ്ട്, ക്ലഞ്ച്ഡ് ഹാൻഡ്സ് വിത്ത് ഓവർലാപ്പിംഗ് ഫിംഗേഴ്സ്. പിന്നെ ഫ്ലെക്സ്ഡ് ആയിട്ടുള്ള ടോയാണ്. പിന്നെ അവർക്ക് കാണാൻ സാധിക്കുന്നത് പ്രോമിനൻ്റ് ആയിട്ടുള്ള ഹീൽസ്, അതായത് ബാക്ക് പോർഷൻ എന്ന് പറയുന്നത് വളരെയധികം എക്സ്റ്റെൻഡ് ചെയ്ത് ബൾജ് ചെയ്ത് എക്സിസ്റ്റ് ചെയ്യും. മെൻ്റൽ റിട്ടാർഡേഷനും അതുപോലുള്ള കോംപ്ലിക്കേഷൻസും ഒക്കെ ഈ ഡിസീസിൻ്റെ കോമൺ ആയിട്ടുള്ള സിംറ്റംസ് ആണ്. ഇനി അടുത്ത ഓട്ടോസോമൽ അബ്നോർമാലിറ്റിയാണ്, എഗെയിൻ അന്യൂപ്ലോയിഡിക് കണ്ടീഷൻ തന്നെയാണ്, പറ്റോവ് സിൻഡ്രോം. ഈ പറ്റോവ് സിൻഡ്രോം നേരത്തെ പറഞ്ഞ എഡ്വേർഡ് സിൻഡ്രോം അതുപോലെ തന്നെ ഡൗൺ സിൻഡ്രോം ഒക്കെ പോലെ ഒരു ട്രൈസോമി കണ്ടീഷനാണ്. ഇവിടെ ട്രൈസോമി നടക്കുന്നത് 13ാമത്തെ ക്രോമസോമിലാണ്. 13ാമത്തെ ക്രോമസോം ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ആ കാരിയോടൈപ്പ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ 3 കോംപ്ലിമെൻറ്റ് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഇൻഡിവിജ്വൽസിൻ്റെ ക്രോമസോം നമ്പർ എന്ന് പറയുന്നത് 47 ആയിരിക്കും ഇൻസ്റ്റെഡ് ഓഫ് 46. അങ്ങനെയുള്ള കുട്ടികളുടെ എയർലി സിംറ്റംസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഡെവലപ്മെൻ്റൽ അബ്നോർമാലിറ്റീസ് എല്ലാം ഇവിടെ സൈറ്റ് ചെയ്തിട്ടുണ്ട്. സ്മോൾ ഹെഡ്, ദെൻ ആബ്സെൻസ് ഓഫ് ഐബ്രോസ്, ദെൻ ക്ലെഫ്റ്റ് ലിപ്പ് ഓർ പലേറ്റ്. ഇപ്പോൾ ഇവിടെ കാണാം ക്ലെഫ്റ്റ് ലിപ്പ് കാണാൻ സാധിക്കും. ദെൻ മാൽഫോംഡ് ഇയേഴ്സ്, അത് നേരത്തെ എഡ്വേർഡ് സിൻഡ്രോം പോലെ തന്നെ ഇവിടെയും ഉണ്ട്. പിന്നെയുള്ളത് ക്ലഞ്ച്ഡ് ഹാൻഡ്സ്, ദെൻ പോളിഡാക്ടൈലി, അതൊരു പ്രത്യേകതയാണ്. എക്സ്ട്രാ ഫിംഗേഴ്സൊക്കെ ഉണ്ടായിരിക്കും കൈകളിൽ. നോർമൽ 5-നേക്കാളും അപേക്ഷിച്ച് നമ്പർ കൂടുതലായിരിക്കും. പിന്നെ അൺഡിസെൻഡഡ് ഓർ അബ്നോർമൽ ടെസ്റ്റിസ്. ഇപ്പം മെയിൽസ് ആണെങ്കിൽ അവരുടെ ടെസ്റ്റിസ് ഒന്നും പ്രോപ്പറായിട്ടല്ലായിരിക്കും ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ മെൻ്റൽ റിട്ടാർഡേഷനൊക്കെ ഇതിൻ്റെ ഒരു സിംറ്റമാണ്. ഇനി അടുത്തത് എഗെയിൻ ഓട്ടോസോമൽ അബ്നോർമാലിറ്റി തന്നെയാണ്, പക്ഷേ ഇതൊരു ക്രോമസോമൽ അബറേഷനാണ്. ഓട്ടോസോമിൽ ഉണ്ടാകുന്ന സ്ട്രക്ചറൽ അബ്നോർമാലിറ്റിയാണ് ക്രൈഡു-ചാറ്റ് സിൻഡ്രോം. ഈ ക്രൈഡു-ചാറ്റ് സിൻഡ്രോം എന്ന് ഇതിന് പേര് വരാനുള്ള കാരണം, ഇതിൻ്റെ ഏർലി സ്റ്റേജസിലൊക്കെ ഈ ഡിസീസ് ഉള്ള കുട്ടികൾ, അബ്നോർമാലിറ്റി ഉള്ള കുട്ടികൾ കരയുമ്പോൾ ഒരു ക്യാറ്റ് ലൈക്ക് മ്യൂവിങ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. എപ്പോഴും അവർ ആ ശബ്ദം പ്രൊഡ്യൂസ് ചെയ്യും എന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയല്ല, ചില ഇൻസ്റ്റൻസസിൽ മാത്രമേ ഉള്ളൂ, ഏർലി സ്റ്റേജസിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ക്രൈഡു-ചാറ്റ് സിൻഡ്രോം ഉള്ള ഇൻഡിവിജ്വലിൻ്റെ കാരിയോടൈപ്പാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ 5ാമത്തെ ക്രോമസോം നോക്കുക. 5ാമത്തെ ക്രോമസോമിനകത്തെ ഒരു കോംപ്ലിമെൻറ്റ് മറ്റേ കോംപ്ലിമെൻറ്റുമായിട്ട് അപേക്ഷിച്ച് കുറച്ച് ഷോർട്ട് ആയിരിക്കും. അതിൻ്റെ അർത്ഥം ആ കോംപ്ലിമെൻറ്റിൻ്റെ കുറച്ച് പോർഷൻസ് ആ ക്രോമസോമിൻ്റെ
കുറച്ച് പോർഷൻസ് ഇവിടെ ഡിലീറ്റഡ് ആയി പോയി. 5th ക്രോമസോമൽ പൊസിഷനിൽ 5th ക്രോമസോം നമ്പറിൽ ഒരു കോംപ്ലിമെൻറ്റിൻ്റെ ഒരു പർട്ടിക്കുലർ പോർഷൻ ഡിലീറ്റഡ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ സിംറ്റംസ് ഒക്കെ നോക്കാം. മൈക്രോസിഫാലി, ദെൻ കോഗ്നിറ്റീവ് ഇമ്പയർമെൻറ്റ്, മെൻ്റൽ റിട്ടാർഡേഷൻ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിംറ്റമാണ്. മാൽഫോംഡ് ഇയേഴ്സ്, പുവർ മസിൽ ടോൺ, റെസ്പിറേറ്ററി, സെൻസറി ആൻഡ് സ്കെലിറ്റൽ പ്രോബ്ലംസ്. പിന്നെയുള്ളത് IUGR ആണ്, ലോ ബർത്ത് വെയ്റ്റ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഓട്ടോസോമൽ അബ്നോർമാലിറ്റീസ്. അതിനകത്ത് നമ്മൾ കുറേ അനൂപ്ലോയിഡ് കണ്ടീഷൻസ് ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ഒരു ക്രോമസോമൽ അബറേഷൻ, സ്ട്രക്ചറൽ അബ്നോർമാലിറ്റി. ഇനിയുള്ളതാണ് സെക്സ് ക്രോമസോമൽ അബ്നോർമാലിറ്റീസ്. ആദ്യമേ ഡിസ്കസ് ചെയ്യേണ്ടത് ക്ലൈൻഫിൽട്ടർ സിൻഡ്രോമാണ്. അതായത് സാധാരണ രീതിയിൽ മെയിൽസിൻ്റെ സെക്സ് ക്രോമസോംസ് ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഓട്ടോസോംസ് പ്ലസ് XY ഈ അറേഞ്ച്മെൻ്റ് ആണ്. ഫീമെയിൽസിനാണെങ്കിൽ ഓട്ടോസോംസ് പ്ലസ് XX. ക്ലൈൻഫിൽട്ടർ സിൻഡ്രോം ഉള്ള ഇൻഡിവിജ്വൽസിൽ ഉള്ള സെക്സ് ക്രോമസോമിൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് XXY ആണ്. അതായത് 2 X ക്രോമസോമും ഒരു Y ക്രോമസോമും. സെക്സ് ക്രോമസോമിൻ്റെ കോൺഫിഗറേഷനിൽ ഇവിടെ ഒരു ട്രൈസോമിയാണ്. അപ്പോൾ ടോട്ടൽ XY എന്ന് പറയുന്ന കോൺഫിഗറേഷന് പകരമായിട്ട് XXY എന്ന് പറയുന്ന കോൺഫിഗറേഷൻ വരുമ്പോഴേക്കിന് ടോട്ടൽ ക്രോമസോം നമ്പർ നോർമൽ ട്രൈസോമിയിൽ വരുന്നത് പോലെ തന്നെ 47 ആവും ഇൻസ്റ്റെഡ് ഓഫ് 46. ഇപ്പോൾ ഇവർ ജനറ്റിക്കലി മെയിൽസ് ആണ്, പക്ഷേ ഫീമെയിലിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെക്ഷുവൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ, എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ അവർ എക്സിബിറ്റ് ചെയ്യും. അപ്പോൾ ജനറ്റിക്കലി അവർ മെയിൽസ് ആണ് വിത്ത് ഫീമെയിൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഇങ്ങനെയുള്ള ഇൻഡിവിജ്വൽസ് സ്റ്റെറൈൽ ഇൻഡിവിജ്വൽസ് ആയിരിക്കും, ഇമ്പോർട്ടൻ്റ് ഇൻഡിവിജ്വൽസ് ആയിരിക്കും. അവർക്ക് ഫെർട്ടിലിറ്റി ഉണ്ടാകത്തില്ല. അതായത് അതിനുള്ള കാരണം എന്ന് പറയുന്നത് ടെസ്റ്റിക്കുലാർ എട്രോഫിയാണ്. ടെസ്റ്റിസ് ഒന്നും പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവത്തില്ല. അതുകൊണ്ട് സ്പേം ഫോർമേഷനും ഗ്യാമറ്റോജെനസിസും ഒന്നും പ്രോപ്പറല്ല. ഇപ്പോൾ ഇവരുടെ ഓവറോൾ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി ഫെമിനൈസ്ഡ് ആയിട്ടുള്ള ഫിസിക്കായിരിക്കും. ദെൻ ഹെഡ് ഗ്രോത്ത് ഒക്കെ അത്രയും സാധാരണ മെയിൽസിൽ വരുന്ന അത്രയും പ്രോമിനൻ്റ് ആയിട്ട് കാണാറില്ല. ചെസ്റ്റ് ഹെയർ ഉണ്ടാകാറില്ല. പിന്നെ ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയുന്ന കണ്ടീഷനുണ്ട്. ദാറ്റ് മീൻസ് ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് ഇൻ മെയിൽസ്. ഇങ്ങനെയുള്ള ഇൻഡിവിജ്വൽസിൽ ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് കാണാറുണ്ട്. ദെൻ ഫീമെയിൽ ടൈപ്പ് പ്യൂബിക് ഹെയർ പാറ്റേൺ ആണ് ഇവർക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവർ മെയിൽസ് തന്നെയാണ്, ഫീമെയിൽസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എക്സിബിറ്റ് ചെയ്യുന്ന ഇൻഡിവിജ്വൽസ്, സ്റ്റെറൈൽ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആണ്. ഇങ്ങനെയുള്ള ഇൻഡിവിജ്വൽസിൻ്റെ ബാർബോഡി പോസിറ്റീവാണ്, അവർ സെക്സ് ക്രോമാറ്റിൻ പോസിറ്റീവാണ്. ഇപ്പോൾ കാരിയോടൈപ്പിംഗ് വഴിയും ബാർബോഡി അനാലിസിസ് വഴിയും ഇങ്ങനെയുള്ള ഇൻഡിവിജ്വൽസിനെ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അടുത്താണ് ടേർണേഴ്സ് സിൻഡ്രോം. ഇതൊരു അനൂപ്ലോയിഡി പോലെയുള്ള കണ്ടീഷനാണ്. ഫീമെയിൽസ് ആണ്. ടേർണേഴ്സ് സിൻഡ്രോം ഉള്ള ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത് ദേ ആർ ഫീമെയിൽസ് വിത്ത് ഓൺലി എ സിംഗിൾ എക്സ് ക്രോമസോം. സാധാരണ രീതിയിൽ ഫീമെയിൽസിൽ 2 എക്സ് ക്രോമസോംസ് ആണ് വരുന്നത്. 22 പേയേഴ്സ് ഓട്ടോസോംസ് പ്ലസ് XX. ഇതാണ് അവരുടെ ജനറ്റിക് മേക്കപ്പ് എന്ന് പറയുന്നത്, ക്രോമസോം കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ടർണർ സിൻഡ്രോം ഉള്ള ഇൻഡിവിജ്വൽസിൽ ഒരു എക്സ് ക്രോമസോം ആബ്സെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവരുടെ ടോട്ടൽ ക്രോമസോം നമ്പർ എന്ന് പറയുന്നത് 2n-1 ആയിരിക്കും. ദാറ്റ് ഈസ് 45 ഇൻസ്റ്റെഡ് ഓഫ് 46. ഇതിനെ 22AA പ്ലസ് XO ടൈപ്പ് എന്നും പറയാറുണ്ട്, XO ഓർ X0 ടൈപ്പ്. ഇപ്പോൾ ഇവരുടെ പ്രത്യേകത ക്ലൈൻഫിൽട്ടറിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. ദേ ആർ ഫീമെയിൽസ് വിത്ത് നോൺ ഫെമിനൈൻ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ അത്രയും ഫീമെയിൽസിന് സാധാരണ രീതിയിലുള്ള
സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും അത്രയധികം ഇവർ കാണിക്കത്തില്ല. ഇവരുടെ ഓവറോൾ ബോഡി സൈസ് എന്ന് പറയുന്നത് ഷോർട്ടായിരിക്കും. പിന്നെ നെക്കിനകത്ത് വെബിങ് കാണും. പിന്നെ ബ്രോഡ് ചെസ്റ്റ് വിത്ത് വൈഡ്ലി സെപ്പറേറ്റഡ് നിപ്പിൾസ്. പിന്നെയുള്ളത് ഓവറീസൊക്കെ അട്രോഫി ഉള്ള അല്ലെങ്കിൽ നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള ഓവറീസ് ആയിരിക്കും. അവർക്ക് ഓവുലേഷൻ ഒന്നും പ്രോപ്പറായിട്ട് നടക്കത്തില്ല. അപ്പോൾ സ്റ്റെറൈലായിട്ടുള്ള ഇൻഫെർട്ടൈൽ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആണ് ഇങ്ങനെയുള്ള ടേണേഴ്സ് സിൻഡ്രോമുള്ള ഫീമെയിൽസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ജനറ്റിക് ടെറാട്ടോജെനസിസിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇവിടെ ഓട്ടോസോമൽ അബ്നോർമാലിറ്റീസും സെക്സ് ക്രോമസോമൽ അബ്നോർമാലിറ്റീസും അതിൻ്റെ കാരിയോടൈപ്പ് ബേസ്ഡ് ആയിട്ട് അതുപോലെ തന്നെ അതിൻ്റെ സിംറ്റംസിനെ ബേസ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്തു.